ലെറ്റ് സീ. പിന്നെ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രശ്നങ്ങളുടെയും ബേസിക് എന്ന് പറയുന്നത് പോഷകം ന്യൂനതയാണ്. പോഷകം ശരീരത്തിൽ ആവശ്യത്തിനേക്കാളും കുറവ് അളവിലാവുള്ളതെങ്കിൽ മാത്രമാണ് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം രോഗങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ, രോഗമില്ലാത്ത ഒരു സമൂഹം ഉയർത്തണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് പോഷകങ്ങളെ പറ്റിയാണ്. അപ്പൊ പോഷകങ്ങൾ ശരിക്ക് കഴിക്കുക. അങ്ങനെ പോഷകങ്ങളുടെ കുറവുകളാണ് പല സമയത്തും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ പോഷകങ്ങൾ ശരിയായ അളവിൽ, അതൊരു വലിയ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പോഷകങ്ങൾ കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, പോഷകങ്ങൾ ശരിയായ അളവിൽ കഴിക്കുക എന്നുള്ളതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വേണ്ട അളവിനേക്കാളും കൂടുതൽ കഴിക്കാറില്ലേ? വേണ്ട അളവിനേക്കാൾ കൂടുതൽ കഴിക്കാറുണ്ടല്ലോ. അപ്പൊ ഇത് മാത്രം എന്താ വേണ്ട അളവിനേക്കാളും കുറവ് കഴിക്കുന്നത്? ആ ഒരു മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ഓക്കെ, കാരണം നമ്മൾ ഒത്തിരി ഭക്ഷണങ്ങൾ ഇത്രേ കഴിക്കാൻ പാടുള്ളൂ, ഫുഡിന്റെ അളവ് ഇത്രയാ വേണ്ടത് എന്നൊക്കെ പറയുമ്പോഴും നമ്മളത് ആവശ്യത്തിനേക്കാൾ ഇത്രയും ഒതുക്കിയാണ് കഴിക്കുക. പിന്നെ മനുഷ്യന്റെ സാമാന്യമായിട്ടുള്ള ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, അത് ചില സമയത്ത് ചില മൃഗങ്ങളൊന്നും അത് ചെയ്യാറില്ല, പക്ഷികളും ചെയ്യാറില്ല. മനുഷ്യൻ ചെയ്യുന്നത് അവന്റെ ശരീരത്തിന് ആവശ്യമില്ലാത്തതും അവൻ വളരെ ടേസ്റ്റോടെ ഉണ്ടാക്കി കഴിയും. അതിനെ കൊണ്ട് ശരീരത്തിന് യാതൊരു ഗുണവുമില്ല, ദോഷം മാത്രമേ ചെയ്യൂ. പക്ഷെ എന്നാലും അത് അവന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടാവും. ആവശ്യത്തിനേക്കാളും കൂടുതൽ കഴിക്കും, പല വട്ടം കഴിക്കും, തുടർന്ന് കൊണ്ടേ കഴിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അപ്പുറത്ത് ശരീരത്തിന് ആവശ്യമുള്ളതും പല വട്ടം കഴിക്കേണ്ടതും തുടർച്ചയോടെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടതും അവർ കഴിക്കുന്നു. അപ്പൊ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞു മനോരമ പത്രത്തിൽ വന്നു. അതിപ്പോ ഞാനോ എല്ലാം ന്യൂട്രിചാർജ് കമ്പനി ചെയ്തല്ലോ, പഠന റിപ്പോർട്ടുകൾ കൂടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയ സാധനമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ കഴിക്കാതിരിക്കേണ്ടത് അതിലല്ലേ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളി. നമ്മളിപ്പോ മലയാളിയോട് സംസാരിക്കുമ്പോൾ മലയാളത്തിനെ പറ്റി മാത്രം സംസാരിക്കും. വൈ ദിസ് ഈസ് ഹാപ്പനിങ്? പിന്നെ കഴിഞ്ഞ ദിവസം ഞാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 10 മണിക്ക് ശേഷം എല്ലാ ഹോട്ടലുകളും പൂട്ടണം, അങ്ങനെ ഒരു റൂള് വേണം. കാരണം ഇവിടെ 2 മണിക്ക് പോലും ഹോട്ടൽ തുറന്നു വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് വി ആർ ഓപ്പൺ ടിൽ 2 AM. അപ്പൊ 2 മണിക്ക് വന്ന ഒരാൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭക്ഷണമല്ല കഴിക്കുന്നത്, വിഷമാണ് കഴിക്കുന്നത്. കാരണം ഈ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴാണ് ദഹിക്കുക? രാത്രി 2 മണിക്ക് വന്ന ഒരാൾ ഭക്ഷണം കഴിച്ചാൽ, അതോ അധികം നോൺ വെജ് ആയിരിക്കും കഴിക്കുക, അല്ലാതെ പോയിട്ട് സൂപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന നോൺ വെജ് ആയിട്ടുള്ള സാധനം 2 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ശരീരത്തിൽ ഇത് എപ്പോഴാണ് ഡൈജസ്റ്റ് ആകും? പതിയെ 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 വല്ലാതൊരു അവസ്ഥയിലേക്ക് ആ ശരീരം മാറുക ചെയ്യുന്നത്. കാരണം ദഹന പ്രകൃതിയെ നടക്കേണ്ട അവസ്ഥയിൽ നിന്ന് ഉറക്കമായിട്ടുള്ള ശരീരത്തിലാണ് ഭക്ഷണങ്ങൾ കൊണ്ടുപോയി ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ അവിടെ തന്നെ കിടക്കും. അപ്പൊ ഇത് കഴിച്ച് 2 മണിക്ക് കഴിക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ വണ്ടി എടുത്തിട്ട് അവർ ഹോട്ടലിൽ പോയിട്ട് 2 മണിക്ക് കഴിക്കും. കാരണം ഇത് 365 ദിവസം നടക്കുന്ന ഒരു കാര്യമാണ്. അവർ ഹോട്ടൽ ഈസ് ഓപ്പൺ ടിൽ 2 o'clock എന്നുള്ളത്. അപ്പൊ ഡെയിലി ഒരു രാത്രി വണ്ടി എടുത്തിട്ട് ഒരു വ്യക്തി 2 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം തിരിച്ചു വന്ന വീട്ടിൽ ഉടനെ കിടന്നു? അദ്ദേഹം വീട്ടിൽ എത്തുന്നതിന്റെ പക്ഷേ കുറച്ച് കാര്യം, കാരണം പെട്ടെന്ന് വരത്തില്ല. ഇങ്ങനെ കറങ്ങിയടിച്ചൊക്കെ വന്ന് ലാസ്റ്റിൽ വീട്ടിൽ വന്ന് പിന്നെ ഇവിടെ ഉറങ്ങുന്നത്. പിന്നെ പകല് പ്രവർത്തനം ചെയ്യേണ്ട മേഖലയിൽ പോയിട്ട് എവിടെയാണോ ഉറക്കമില്ലാതിരിക്കേണ്ട അവിടെ പോയിട്ട് ചെയ്യും. അപ്പോ ടോട്ടലി ഒരു ഡിസ്ഓറിയന്റഡ് ആയിട്ടുള്ള ശരീരവും അതിനുള്ള ഒരു പ്രവണതയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ശരിയായ ഗ്രോത്ത് കിട്ടണമെങ്കിൽ ഓരോ അവസ്ഥയിലും, ജീവിതത്തിന്റെ ഓരോ അവസ്ഥയിലും, അല്ലാതെ ഒരു 10 വയസ്സ് വരെ കിട്ടിയാൽ മതി സർ, അല്ലെങ്കിൽ 25 വയസ്സ് വരെ കിട്ടിയാൽ മതി, അങ്ങനെയല്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടം വരെ, അവസാനത്തെ ദിവസം വരെ നമുക്ക് ശാരീരിക മാനസികമായിട്ടുള്ള നല്ല സംതൃപ്തി ഉണ്ടാവണം, നല്ല ആരോഗ്യം ഉണ്ടാവണം. അത് ഓരോ സ്റ്റേജിലും ജീവിതത്തിന്റെ ഓരോ ഏടുകളിലും വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിന്റെ ആ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് പോഷകമാണ്. ഈ ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഭക്ഷണത്തിൽ കൂടെ പോഷകം കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ മാറിപ്പോയി. ഇപ്പൊ ടേസ്റ്റ് കിട്ടുക, കൂടുതൽ നിറങ്ങളാൽ സമൃദ്ധമായിട്ട് നല്ല കാണാൻ നല്ല ഷെയിലുള്ളതായിരിക്കുക, അങ്ങനത്തേക്കിലേക്ക് നമ്മളുടെ മനസ്സും ചിന്തയും മാറിപ്പോയത് കൊണ്ടാണ് പലതരത്തിലുള്ള മാരക രോഗങ്ങൾ പിടിപെടുന്നത്. നമ്മളെ ചുറ്റും അനാരോഗ്യമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ വളർന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഒരു വീട്ടില് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും, ആൺകുട്ടി പെൺകുട്ടി ജനിച്ചാൽ ശരി, വാർഡ് പ്രസിഡന്റ്, നമ്മളെ ഫാമിലിയിൽ എല്ലാവരും ഒരേപോലത്തെ ഭക്ഷണമാണ് എല്ലാ ദിവസവും കഴിക്കുക. അല്ലാതെ പെൺകുട്ടിക്ക് വ്യത്യസ്തമായിട്ട്, ആൺകുട്ടിക്ക് വ്യത്യസ്തമായിട്ട്, മുതിർന്നവർക്ക് വ്യത്യസ്തമായിട്ട് അങ്ങനെ ചെയ്യാറില്ല. ചില എന്തൊക്കെ ഉണ്ടാക്കുന്നു അതെല്ലാവർക്കും നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, വയറിന്റെ സൈസ് അനുസരിച്ച്, അവർ കഴിക്കുന്ന സൈസ് അനുസരിച്ച്. ചില ആൾ വളരെ കൂടുതൽ കഴിക്കും, ചില ആൾ കുറവ് കഴിക്കും, പക്ഷെ കൊടുക്കുന്നതാക്കി തന്നെയാണ്. അപ്പോ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു പരിധി വരെയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകും. പക്ഷെ പിന്നീട് ഇതിന്റെ സ്വഭാവം മാറും. കാരണം അവരുടെ ശരീരത്തിന് ആവശ്യമുള്ളത്, ആവശ്യം വേണ്ടത് എല്ലാം മാറും. പക്ഷെ നമ്മൾ ആ മാറ്റത്തിനനുസരിച്ച് മാറിയിട്ടില്ല. വാട്ട് വി ആർ പ്രാക്ടീസിങ് ഫ്രോം day 1 is being practiced in the last 8. അല്ലെ? ആദ്യ ദിവസം മുതൽ എന്താണ് കഴിക്കുന്നത്? മരണം വരെ തന്നെ കഴിക്കുന്നത്.
പക്ഷെ അതിന്റെ നടുവിൽ എത്രയോ മാറ്റങ്ങൾ ശരീരത്തിൽ വന്നിട്ടുണ്ട്. ശരീരത്തിന്റെ ആവശ്യങ്ങൾ മാറിയിട്ടുണ്ട്. ശരീരത്തിന് വേണ്ട സാധനങ്ങളുടെ അളവുകോലുകളെല്ലാം മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യുമ്പോൾ അതിന് ചെയ്തുകൊണ്ടിരിക്കും. എന്താണോ കഴിച്ചുകൊണ്ട് അതിന് കഴിച്ചുകൊണ്ടിരിക്കും. പല ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ കൊടുക്കാൻ പാടില്ലാത്ത ചില പ്രശ്നങ്ങൾ, ചെറുപ്രായത്തിൽ കഴിച്ചത് മുതിർന്നപ്പോൾ കഴിക്കാൻ പാടില്ലാതെ, പക്ഷെ അത് നമ്മൾ മാറിയിട്ടില്ല. നമ്മൾ ഇപ്പോഴും അതിന് കഴിച്ചുകൊണ്ടിരിക്കും. സോ ചെറിയ പ്രായത്തിൽ ടു ആൻ എക്സ്റ്റെൻഡ് ഇറ്റ് ഈസ് ഓക്കെ, പക്ഷെ അതിനുശേഷം എല്ലാം മാറും. ഇനിയിപ്പോ നമ്മള് പൊതുവായിട്ട് ഇവിടെ സംസാരിക്കുന്നില്ല. നമ്മളിവിടെ വെറും പെൺകുട്ടിയും സ്ത്രീയും ശരീരം, പെൺകുട്ടിയും സ്ത്രീയുടെ ആവശ്യകത മാത്രം സംസാരിക്കും. അപ്പൊ നമ്മളെ ഡയറക്ഷൻ ഒന്ന് മാറാനുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നുണ്ടെങ്കിൽ, കുട്ടികൾക്കെല്ലാം ഒരുപോലെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ, ഒരു പ്രായം വരെ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. വിൽ നോട്ട് മേക്ക് മച്ച് ഓഫ് എ ഡിഫറൻസ്. കുഴപ്പമില്ല, രണ്ടുപേരും ഒരുമിച്ച്. പക്ഷേ the day comes when the lady becomes adolescent, like menstrual period തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടി മാറിയാൽ ആ സമയം മുതൽ ശരീരം മാറി എന്നാണ്. അത് നമുക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല. ശരീരം മാറി. അപ്പോൾ ശരീരത്തിന്റെ മാറ്റത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം ഭക്ഷണത്തിൽ കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അത് മാത്രം അതുപോലെ തന്നെ വെച്ചു. ബാക്കിയെല്ലാം മാറിയതുകൊണ്ട് അതിനുള്ള ഡയറക്ഷനിലേക്കുള്ള നോട്ടവും ചിട്ടവട്ടങ്ങളും പിന്നെ അതിലേക്കുള്ള ചിന്താഗതിയൊക്കെ വാങ്ങുന്നല്ലാതെ ആ കുട്ടിയെ ഈ മാറ്റത്തിനനുസൃതമായിട്ട് ശരീരത്തിന് കൊടുക്കേണ്ടത് നമ്മൾ മാറിയോ എന്നുള്ളത് നോക്കുമ്പോൾ ഇല്ല എന്ന് തന്നെയാണ്. അതൊരിക്കലും മാറത്തില്ല. അവസാനം വരെ അത് തന്നെയുള്ളൂ. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഫ്രോം ഹിയർ the nutritional needs are totally different. പോഷകങ്ങളുടെ ആ അളവുപോലെ ആവശ്യകതകൾ എല്ലാം തന്നെ മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡോണ്ട് നോ ദിസ്. ഇതിപ്പോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എത്ര ആൾക്കാർ എഴുതുന്നുണ്ട്, ഇത് എത്ര ആൾക്കാർ ഉൾക്കൊള്ളുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഒന്നും എനിക്കറിയാൻ പാടില്ല. കാരണം ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നു. പല ആൾക്കാരും മുമ്പിലുണ്ടോ ഇല്ലയോ ഒന്നും കൂടി അറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ കേട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 ഫാമിലിയോട് ഈ മാസം പറയാൻ പറ്റിയാൽ നിങ്ങൾ 5 ഫാമിലിയുടെ എത്രയോ സ്ത്രീകളെയും പെൺകുട്ടികളെയും രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു ഫാമിലിയിലെ ഒരു ലേഡിനോട്, ഒരു ഫാമിലിയിലെ ഒരു പെൺകുട്ടിയോട് പറഞ്ഞാൽ മതി. ആ പെൺകുട്ടിയോട് പറയുമ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ കൂടെ ഇരുത്തി പറയാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നാച്ചുറലി നിങ്ങൾ ഒരു മാസം കൊണ്ട് എത്ര ഫാമിലിയിലോട്ട് കടക്കാൻ പറ്റും. പക്ഷെ ആ ഒരു ഫാമിലിയോട് പറയുന്നത്, ആ ഒരു പെൺകുട്ടിയോട്, ആ ഒരു സ്ത്രീയോട് പറയുന്നത് അത്രക്ക് പവർഫുൾ ആയിട്ട് പറയണം. എന്നാൽ മാത്രമേ അത് ശരിക്ക് ഉൾക്കൊള്ളത്തുള്ളൂ, ശരിക്കും ഇതിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. പക്ഷെ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ സിംപ്ലി മൂവ് ടു അതർ. അങ്ങനെ കറങ്ങി നിങ്ങൾ അറിയാത്ത അൺനോൺ ആയിട്ടുള്ള വ്യക്തി പോലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ പ്രൊഡക്റ്റ് പിടിച്ചു. അപ്പൊ നിങ്ങളുടെ ലിസ്റ്റിലുള്ള അൺനോൺ എന്ന് പറയുന്നത് ഉള്ള ആള് മൂവ് ചെയ്ത് തുടങ്ങി നടത്തും. സോ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ. പിന്നെ ഈ 13-14 വയസ്സിലൊക്കെ മെൻസ്ട്രൽ പീരീഡ് തുടങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ അളവ് ഈ ഒരു പ്രായത്തിൽ സംഭവിക്കും. ഇപ്പോഴങ്ങനെയൊന്നുമില്ല. പ്രായമൊന്നുമില്ല. ഇപ്പോഴും പല പ്രായത്തിലും പലതും സംഭവിക്കുന്നു. ചില സമയത്ത് എനിക്കറിയാം, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, 6ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇത്ര 11 വയസ്സ്. അത് എന്നാലും കുഴപ്പമില്ല. നമുക്ക് ചില ആൾക്കാർ അതിന്റെ മുന്നേ തന്നെ മെൻസ്ട്രൽ ഫ്ലോയിലേക്ക് വരുന്നു. അപ്പോ ഗേൾ ഹാസ് ഓൾറെഡി ബിക്കം എ വുമൻ. പക്ഷെ നമ്മൾ ഇപ്പോഴും ആ കുട്ടിയെ പെൺകുട്ടിയായിട്ട് തന്നെ കാണുന്നു. ആ ചെറിയ പെൺകുട്ടിക്ക് എന്താ കൊടുത്തോണ്ടിരുന്നത് അത് തന്നെയാണ് ഈ പെൺകുട്ടി സ്ത്രീയായി മാറിയപ്പോൾ കൊടുക്കുന്നത്. സോ ശരീരത്തിന് അവിടെ ആരെങ്കിലും ഉണ്ടാകുന്നത്, ആ ശരീരം ആഗ്രഹിക്കുന്നത്, ആ ശരീരം ആവശ്യപ്പെടുന്നത് ഒന്നും കിട്ടുന്നില്ല ശരിയായ അളവ്. അതാണ് പ്രശ്നം. അപ്പോഴെന്തുണ്ടാവും? ഓരോ ദിവസവും കുറവാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പോഷകങ്ങളുടെ കുറവ്. അപ്പൊ ഓരോ ദിവസം കുട്ടി മുന്നോട്ട് പോകുന്നതോറും എത്രയോ കുറവുകളാണ് സംഭവിക്കുന്നത്. അപ്പോ ഒരു കല്യാണ പ്രായം എത്തുമ്പോൾ ഒരുപക്ഷെ കല്യാണ പ്രായം ഉള്ളതായിട്ട് തോന്നില്ല. ഇനി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമ്മയാവാനുള്ള ഒരു അവസ്ഥയിലായിരിക്കില്ല. അപ്പൊ ഒന്ന് ചിന്തിച്ചു, നമ്മൾ ഓരോ ദിവസവും അനാരോഗ്യത്തിലേക്കാണ് പോകുന്നത്. പിന്നെ എവിടെയാണ് നമ്മൾ പറയുന്നത് ആരോഗ്യത്തിലേക്ക് പോകുന്നത്? നോ. ഓക്കെ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഈ മെൻസ്ട്രൽ പീരീഡ് നടക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് രക്തം വല്ലാതെ ലോസ് ആകും. അപ്പൊ രക്തം ലോസ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ രക്തം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം രക്തം ഉണ്ടാവണമെങ്കിൽ ശരീരത്തിന് പല ഘടകങ്ങളും ആവശ്യമാണ്. ഇനി ആ പല ഘടകങ്ങളും നമ്മുടെ ശരീരത്തിന് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യം. രക്തം കുറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയിട്ട് രക്തം കുത്തി കയറ്റുക എന്നുള്ളത് മാത്രമേ നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടുള്ളൂ. രക്തം കുറവുണ്ട്, ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തി, ICUവിൽ കൊണ്ടുപോയി കിടത്തി, അവിടുന്ന് ഇത്രയും അളവില് രക്തം കയറ്റി. ഇപ്പോൾ ആരും ഇപ്പൊ രക്തം കയറ്റി പോകാനുള്ളതല്ല. നമ്മുടെ ശരീരത്തിൽ രക്തം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ രക്തം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പല പോഷകങ്ങളും ആവശ്യം. അത് നമുക്കറിയില്ല. അപ്പൊ അതറിയില്ലെങ്കിൽ പിന്നെ നമുക്ക് രക്തം ഉണ്ടാവില്ല. അതിന്റെ കൂടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൂടിയുണ്ട്. അപ്പോ ശരീരത്തിലുള്ള രക്തവും പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതുതായിട്ട് ഉണ്ടാകാനുള്ള ചിന്തയില്ല, പുതുതായിട്ട് ഉണ്ടാകുന്നുണ്ടോ നമുക്ക് അറിവില്ല. അപ്പോൾ
ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് വല്ലാതെ കുറയും. സോ നാച്ചുറലി വാട്ട് വിൽ ബിക്കം, ഷി വിൽ ബിക്കം ഹീമോഗ്ലോബിൻ ലെവൽ വളരെയധികം കുറഞ്ഞിട്ടുള്ള ഒരു ശരീരമാണ്. സോ ഷി ബിക്കംസ് അനീമിക്. സോ ലോ ഹീമോഗ്ലോബിൻ ലെവൽ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ലോ ഹീമോഗ്ലോബിൻ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പോഷകങ്ങൾ പോലും എല്ലാ കോശങ്ങളിലേക്ക് എത്തത്തില്ല. ഉള്ള കോശങ്ങൾ നല്ല ആരോഗ്യത്തോടെ നിൽക്കത്തില്ല. ഓക്സിജൻ എന്ന് പറയുന്ന സംഭവം ഓരോ കോശങ്ങളിലേക്ക് എത്തത്തില്ല. അപ്പൊ ശ്വാസം മുട്ടലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഓക്സിജൻ ക്യാരിങ് കാപ്പാസിറ്റി കുറയുമ്പോൾ നമുക്ക് പ്രവർത്തനം ചെയ്യാനുള്ള കഴിവ് കുറയും, നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കേണ്ട കഴിവ് കുറയും, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ എനിമിക് ആയി കഴിഞ്ഞാൽ ശരീരം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം രക്തമേ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ വോൾട്ടേജ്, കറണ്ട് വയറിൽ കൂടെ പോകുന്നത് ഇലക്ട്രിസിറ്റിയാണ്, കറണ്ട്. ആ കറണ്ട് ശരിയായ വോൾട്ടേജിൽ വന്നാൽ മാത്രമേ നിങ്ങൾ ഏത് ബൾബ് എത്തിച്ചാലും കത്തും. ഇല്ലെങ്കിൽ കറണ്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ലോ വോൾട്ടേജ് ആയിരുന്നു നിങ്ങൾ പറയാറില്ലേ, ചിലപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പല ലോ ആയിട്ട് കത്തും. കാരണം അതിൽ കൂടെ പോകുന്ന കറണ്ടിന്റെ ആ ഒരു അളവ് കുറഞ്ഞു പോയത് കൊണ്ടാണ് ഇതിങ്ങനെ കത്തുന്നത്. നമ്മുടെ ശരീരത്തിലതാ നടക്കുന്നത്. ആ ഹീമോഗ്ലോബിൻ നമ്മളെ ധമനികൾ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിൽ വേണ്ട പോഷകങ്ങളുടെ അളവ് കമ്മിയാവുമ്പോൾ ലോ വോൾട്ടേജ് കത്തുന്ന പോലെ നമ്മളുടെ ഒരു ലോ വോൾട്ടേജ് ആയിട്ട് മാറും. അപ്പൊ നമ്മളുടെ കാര്യക്ഷമത, പിന്നെ നമ്മളുടെ ആക്ടിവിറ്റി, അതുപോലെ ആക്റ്റീവായി നിൽക്കേണ്ടതെല്ലാം കുറഞ്ഞു പോകും. അപ്പൊ നമ്മൾ പതിയെ രോഗബാധിതയാകും. ഇപ്പൊ നോക്കി വോൾട്ടേജ് കുറവാണെങ്കിൽ നമ്മൾ പറയാൻ പെട്ടെന്ന് എല്ലാം ഓഫ് ചെയ്തോളൂ കേട്ടോ. കാരണം പക്ഷെ ബൾബൊക്കെ അടിച്ചു പോകും, അല്ലെങ്കിൽ ഫാനിന്റെ കപ്പാസിറ്റർ കത്തിപ്പോവും. അതുകൊണ്ട് AC ഓൺ ചെയ്യരുത്, ഫ്രിഡ്ജ് ഓഫ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ബിക്കോസ് വി നോ ഈ ഒരു തകരാറുള്ളതുകൊണ്ട് പല അവയവങ്ങൾ, അതൊക്കെ നമ്മളെ വീട്ടിൽ പല അവയവങ്ങളാണ്. അപ്പൊ ശരീരത്തിൽ പല അവയവങ്ങൾ അടിച്ചു പോകും, അതാണ് സംഭവം. പക്ഷെ ഇവിടെ നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും, അവിടെ ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ദാറ്റ് ഈസ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഹീമോഗ്ലോബിൻ ലെവൽ ഈസ് ലോ, ഇറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ്. ഓക്കെ, അപ്പോ അത് ലീഡ്സ് ടു എനിമിയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിമിയ എന്ന് പറഞ്ഞാൽ പല ആൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ എന്താ ഞാൻ കാണിച്ചത് ചിത്രത്തിൽ എന്ന് പറഞ്ഞാല് 2 ചിത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ആ RBCയുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ അളവ് വല്ലാതെ അങ്ങോട്ട് കുറഞ്ഞു പോയതാണ് വലതു ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള അളവാണ് ഇടത് ഭാഗത്ത്. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഇടത് ഭാഗത്തുള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് എ നോർമൽ പേഴ്സൺ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേ ശരീരത്തിൽ വലതു ഭാഗത്തുള്ള സംഭവം സംഭവിച്ചാൽ ആ RBCയുടെ എണ്ണം കുറയുന്നു, ഹീമോഗ്ലോബിൻ ലെവൽ കുറയുന്നു. അപ്പോഴേക്കും യു ബിക്കം ആൻ അനീമിക്. അപ്പൊ രക്തത്തിന്റെ അളവ് ശരീരത്തിൽ കുറയുന്നത്, ഹീമോഗ്ലോബിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുന്നത് അനീമിക് ആക്കി മാറ്റും എന്നതാണ്. അനീമിക് ആയി മാറുമ്പോൾ നമ്മളുടെ ശരീരം എന്തൊക്കെയാണോ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്, അതൊന്നും ചെയ്യത്തില്ല. യു വിൽ ബിക്കം എ ടോട്ടലി ടയർഡ് പേഴ്സൺ. നമുക്ക് എണീറ്റ് നടക്കാനോ പറയാനോ സംസാരിക്കാൻ പോലും പറ്റത്തില്ല. അല്പനേരം സംസാരിക്കുമ്പോൾ നമ്മൾ കിതപ്പ് വന്ന് നമ്മൾ ക്ഷീണിതയായി. പക്ഷെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ചില പഠന റിപ്പോർട്ടുകളാണ് നമ്മളെ മുന്നിലുള്ളത്. ഇതിപ്പോൾ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ഇതിനേക്കാളും മാരകമാണ്. കാരണം നമ്മൾ എവിടേക്ക് പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു പെർസെന്റേജ് കുറയാനേ പാടുള്ളൂ, കൂടാൻ പാടില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കൂടുന്നു എന്നുള്ളതാണ് കാരണം. അത് ഏറ്റവും വലിയ കാരണം ജങ്ക് ഫുഡുകളുടെ അതിപ്രസരം. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയായി ഇരിക്കുമ്പോൾ തന്നെ സ്ത്രീയായി മാറുന്നത്. റൈറ്റ്. അതുപോലെ തന്നെ പിന്നീടുള്ള പല പ്രശ്നങ്ങളോട് നടക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ജങ്ക് ഫുഡ് വല്ലാതെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അങ്ങനെയായി, ആ സമയത്ത് ഭക്ഷണങ്ങൾ കഴിക്കുന്നതായി മാറി, കഴിക്കുന്നത് ആവശ്യത്തിനേക്കാളും കൂടുതൽ കഴിക്കുന്നതായി മാറി, കുടിക്കുന്നത് വെള്ളമല്ലാതെ പല പാനീയങ്ങളായി മാറി. അപ്പൊ വെള്ളത്തിന്റെ ആവശ്യം ശരീരത്തിൽ കുറയാൻ തുടങ്ങി. ഇതെല്ലാം കൂടി വന്നപ്പോഴേക്കും പല ഭയാനകമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആ പെൺകുട്ടിയും സ്ത്രീയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ 53% സ്ത്രീകൾ ഇന്ത്യയിൽ അനീമിക്കാന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആരോഗ്യ മേഖല വളരുകയാണോ ചെയ്യുന്നത്, കുറയാണോ ചെയ്യുന്നത്, നിങ്ങൾ തന്നെ ഇതിൽ വിലയിരുത്തുക. നമ്മൾ പറയുന്നുണ്ട് വലിയ പുരോഗമനം ആരോഗ്യ മേഖലയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ രാജ്യത്ത് പെൺകുട്ടികളെയും സ്ത്രീകളെയും കണക്കെടുത്ത് നോക്കുമ്പോൾ പകുതിയിൽക്കാൾ കൂടുതൽ ആൾക്കാർ അനാരോഗ്യരാണെന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മൾ പുരോഗമനം നേടിയിട്ടുള്ളത്? Where we have actually won the field of health. അത് മാത്രമല്ല, ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ ഈ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമൂഹം, ആ കുടുംബം, ആ രാജ്യം മൊത്തത്തിൽ താളം തെറ്റിയെന്നാണ് അർത്ഥം. കാരണം പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കുടുംബം എടുക്കാം, രാജ്യം പിന്നെ എടുക്കാം. ഒരു കുടുംബത്തില് ഒരു കുട്ടിക്ക് അസുഖം വന്നാൽ ആ അമ്മ നോക്കും. ആ കുടുംബത്തില് ഒരു പുരുഷൻ അസുഖം വന്നാൽ ആ അമ്മ ലേഡി നോക്കും. പക്ഷെ ഒരു ലേഡിക്ക് അസുഖം വന്നാൽ ആരും നോക്കാൻ വേണ്ടി പല ആൾക്കാരുണ്ടാവില്ല. പക്ഷെ എന്നാലും പൂർണ്ണതയിലേക്ക് എത്തത്തില്ല എന്നതാണ്. So that is a very important point. In your family, in your place, or in your friends family or whatever it is, അവിടെ തന്നെ തുടങ്ങണം. നമ്മൾ ആദ്യം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നല്ല ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ആരോഗ്യമില്ലെങ്കിൽ എല്ലാ താളവും തെറ്റും. ഇവിടെ നമ്മളുടെ രാജ്യത്തിന്റെ താളം തെറ്റി കിടക്കുക. 53% സ്ത്രീകളുടെ അനീമിക് ആണെങ്കിൽ ഇമാജിൻ വാട്ട് ഈസ് ദ ഫ്യൂച്ചർ. 53 പറഞ്ഞാല് പകുതിയിൽ കൂടുതലാണ്.
അതിൽ വേറൊരു പഠനം പറഞ്ഞെന്താണെന്നറിയോ? 2 എന്നാ പറഞ്ഞിരിക്കുന്നത്. 2 ഇപ്പോൾ 2 അതേക്കാൾ കൂടിയുള്ളതാണ്. 53 എന്ന് പറയുമ്പോൾ 2 2 50% പറയാൻ പറ്റും. 53% മാറും. അപ്പോൾ ഈ 53% ആയിട്ടുള്ള പെൺകുട്ടികളും സ്ത്രീകളും ഫ്യൂച്ചറിൽ പ്രഗ്നൻസിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് പ്രഗ്നൻസി ആയി എന്ന് വിചാരിക്കും. അവർ ആ പ്രഗ്നൻസി ആയിട്ടുള്ള കാറ്റഗറിയിലെ ആൾക്കാർ നമ്മൾ പരിശോധിച്ച് നോക്കും, അതിനേക്കാളും ഭയാനകമായിട്ടുള്ളത് പ്രഗ്നന്റ് ആയിട്ടുള്ള 100 സ്ത്രീകളിൽ 50% അനീമിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ ഡോക്ടർമാർ ഉടനെ തന്നെ അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഗുളികകൾ ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഗർഭകാലത്ത് മാത്രം കഴിക്കാൻ പറ്റാണോ ഈ സ്ത്രീക്ക്? കാരണം ഈ മെൻസ്ട്രൽ പീരീഡ് അല്ലെങ്കിൽ ഈ രക്തം പോകുന്നത് ആ ഘട്ടം ആ സമയത്ത് മാത്രമാണോ? ഇല്ലല്ലോ. പ്രഗ്നൻസിയുടെ സമയത്ത് ആ മെൻസ്ട്രൽ പോയില്ലല്ലോ. പിന്നെ എന്തിനായി കൊടുക്കേണ്ട ആവശ്യം? വൈ യു ആർ ഗിവിംഗ് ദം? കാരണം രക്തം ശരീരത്തിൽ നിന്ന് പോകുമ്പോഴാണല്ലോ എനിമിക് ആകുന്നത്. അപ്പൊ ആ സമയത്ത് കൊടുക്കാതിരിക്കുമ്പോൾ പ്രഗ്നൻസിയുടെ സമയത്ത് വൈ ആർ യു ഗിവിംഗ് ഇറ്റ്? അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ ലേഡി ഈസ് ഓൾറെഡി എൻ എനിമിക്, രക്തം ഓൾറെഡി ഇല്ല. അപ്പൊ ഇത് കൊടുത്ത് രക്തത്തിന്റെ വോല്യൂം കൂട്ടിയാൽ മാത്രമേ വയറിന്റെ അകത്ത് ഉദരത്തിൽ വളരുന്ന കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അതെല്ലാം. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇറ്റ് ഈസ് എ റിയൽ നോൺ ഫാക്ട്. കാരണം നമ്മൾ എല്ലാ ദിവസവും ഇത് കഴിക്കണം എന്നുള്ളതാണ്, നമ്മുടെ രക്തത്തിന്റെ അളവ് സംരക്ഷിച്ചു കൊണ്ട് വെക്കണം എന്നുള്ളതാണ്. പക്ഷെ ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ ആർ ഡൂയിങ്. പക്ഷെ ഈ 50% പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾ അനീമിക് ആണെങ്കിൽ കാത്തിരിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമായിരിക്കും. പക്ഷെ ഭാഗ്യം കൊണ്ട് 1-2 ആൾക്ക് രക്ഷപ്പെട്ടു പോയേക്കാം. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്കും സംഭവിക്കാൻ പോകുന്നവിടെ അമിതമായിട്ടുള്ള ബ്ലീഡിങ് നടക്കും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിക്ക്. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ പ്രഗ്നൻസി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അഥവാ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഈ ജനിക്കുന്ന കുട്ടി ഒരുപക്ഷെ ജനിക്കണമെന്നില്ല. അതിനെ പറയുന്നത് സ്റ്റിൽ ബർത്ത് എന്നാണ്. കുട്ടി അമ്മയുടെ വയറ്റിനകത്ത് തന്നെ മരണപ്പെട്ടു പോവുക. കാരണം ഓക്സിജൻ ക്യാരിങ് കാപ്പാസിറ്റി ഉള്ള ഹീമോഗ്ലോബിൻ കുറവാണ്. സോ ഹൗ ക്യാൻ ദിസ് ചൈൽഡ് ബ്രീത്ത്? പിന്നീടുള്ളത് ഒരുപക്ഷെ ലേഡി, ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി പോലും ജീവനോട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഡെത്ത് ആവും. അപ്പൊ നമുക്ക് ഇത് ഈ പറഞ്ഞ 3 കാര്യങ്ങളും വളരെ സന്തോഷം ഉളവാക്കുന്നതാണോ എന്ന് ഒന്ന് ചിന്തിച്ചു. അപ്പൊ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ അനുജത്തി, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ സിസ്റ്റർ, നിങ്ങളുടെ മകള് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സംരക്ഷിക്കേണ്ടത് വളരെയധികം ഒരു വലിയ ഡ്യൂട്ടിയാണ്. You need to see that their health is absolutely perfect because this is going to happen. അപ്പോ anemic ആയിട്ടുള്ള ഒരു ലേഡി പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അഗൈൻ ഡേഞ്ചറസ്. അപ്പൊ എനിക്ക് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ലേഡി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെന്നെ വിളിക്കുമ്പോൾ ഞാൻ വളരെ എന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. ഞാൻ പറയാറുണ്ട്, see, unless and until the hemoglobin level is maintained, you don't become pregnant. വെരി ബ്ലണ്ട് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് ഞാൻ അവർക്ക് കൊടുക്കുക, ഒരു നല്ല ഡയറക്ഷൻ ഞാൻ കൊടുക്കുക. ബട്ട് ഐ കനോട്ട് ടോക്ക് ആൻഡ് ഐ കനോട്ട് ടെൽ ദിസ് ടു ഓൾ. അല്ലെ, എല്ലാവരോടൊക്കെ പറയാൻ പറ്റും. വളരെ ക്ലോസ് ആയിട്ടുള്ള ലേഡി ഫ്രണ്ട്സിനോട് മാത്രമേ പറയാൻ പറ്റും. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്. അപ്പോ അങ്ങനത്തെ ഫ്രണ്ട്സിന്റെ അവരെ മക്കളോടും നിങ്ങൾ പറയണമെന്ന് ഞാൻ പറയാറുണ്ട്. സോ ഇറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ഫാക്ട് ദാറ്റ് ഇഫ് യു ആർ അനീമിക് ഇറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ്, നോട്ട് ഫോർ യു ബട്ട് ഓൾസോ ഫോർ യുവർ ചൈൽഡ്. പിന്നെ ഇതിപ്പം നമ്മൾ ഓൾ ഓവർ ഇന്ത്യയുടെ ചിത്രമാണല്ലോ. വലിയ പഠിപ്പും വിദ്യാഭ്യാസമുള്ള നഗരങ്ങളിലെ മാത്രം ഒരു റിസർച്ച് നമ്മൾ നടത്തി. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ പോഷകങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയാൻ നമ്മളാണ് പഠിച്ചിരിക്കുന്നത്. ഇവിടെ NCC കോഴ്സ് ചെയ്ത് പല ആൾക്കാർ സർട്ടിഫിക്കറ്റ് നേടി നിങ്ങൾക്കാണ് എല്ലാ ദിവസവും ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് ഈ പോഷകങ്ങളുടെ പറ്റിയും പോഷകങ്ങളുടെ നിപുണതയെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിവുള്ളത്. അപ്പൊ നിങ്ങളെക്കാളും അറിവുള്ള ആൾക്കാരില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ ആൾക്കാർ. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇയാള് വലിയ പോഷകമുള്ള ആളാണ്, ഇയാളെ കമ്പനിയുടെ മാനേജറാണ്, ഇയാൾക്ക് ഇതൊക്കെ അറിയായിരിക്കും. അങ്ങനെയൊന്നും വിചാരിക്കരുത്. അയാൾക്ക് ആ ഫീൽഡേ അറിഞ്ഞോളൂ. ഇതിനെ പറ്റി, പോഷകങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഇതിനെ പറ്റി യാതൊരു ധാരണയില്ല. അപ്പൊ നമ്മളത് വളരെ കോൺഫിഡന്റ് ആയിട്ട് ചെന്നവരോട് പറയണം. അത് പറയാനുള്ള ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ വരുമ്പോഴും ഈ പ്രോഗ്രാമിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ see that you are definitely learning and you are whatever you learned you are actually giving it to the people. അപ്പോൾ നമ്മളുടെ കയ്യിലാണിത്. നമുക്കറിയുന്നത് പോലെ മറ്റുള്ളവർക്ക് അറിയില്ല എന്നുള്ള ആ ചിന്താഗതി മനസ്സിൽ ഉണ്ടാക്കിയിട്ട് കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ട് വേണം ചെന്നിട്ട് പറയാൻ. അങ്ങനെ പോയി നോക്കിയപ്പോൾ ഇപ്പോഴത്തെ സംഭവം അറിയാം. 36 വൻ നഗരങ്ങളിൽ, ഇന്ത്യയിലെ വലിയ നഗരം, ഞങ്ങൾ പോയി പരിശോധന നടത്തിയപ്പോഴേക്ക് കണ്ടത് അവിടെ 60% സ്ത്രീകൾ അനീമിക്കാണ്. ജസ്റ്റ് ഇമാജിൻ, ഓൾ ഓവർ ഇന്ത്യയിൽ 53% ആണെങ്കിൽ നഗരങ്ങളിൽ മാത്രം 60%. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗ്രാമപ്രദേശങ്ങളിലാണ് എന്നാലും ആരോഗ്യ, നഗരത്തിൽ അറിയില്ല. 53 60%ലേക്ക്
കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ 7% കാണുമ്പോൾ 7%, പക്ഷെ ദാറ്റ് ഈസ് എ ഹ്യൂജ് നമ്പർ. അപ്പൊ നമ്മളുടെ നഗരങ്ങളിലുള്ള സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവസ്ഥ എന്താ എന്നാണ് ഇത് കാണിക്കുന്നത്. ഹീമോഗ്ലോബിൻ ലെവൽ 1 കുറവാണ് നമ്മൾ അവിടെ കണ്ടത്. അവിടെ അപ്പൊ നമുക്ക് എന്താ ഇവിടെ എന്താ അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ മോശമുള്ള ആൾക്കാരാണ്, വിദ്യാഭ്യാസപരമായിട്ട് വളരെ മോശമുള്ള ആൾക്കാരാണ്, ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്, എല്ലാ സ്ഥലത്തും കിട്ടുന്നത് നഗരങ്ങളിലൊക്കെ. പക്ഷെ എന്നിട്ടും എന്താ ഈ അവസ്ഥ? അറിവില്ലായ്മയും തന്നെയാണ്. അത് മാത്രമല്ല, മറുവശത്ത് ജങ്ക് ഫുഡുകൾ കിട്ടാനുള്ള സൗകര്യം വളരെ കൂടുതലുള്ള കുട്ടിയാണ്. ഒരു ഫോൺ കോളിൽ, നിങ്ങൾ വെളിയിൽ പോകേണ്ട ആവശ്യമില്ല, ഒരു ഫോൺ കോളിൽ നിങ്ങളുടെ വീട്ടുപടിക്കലിൽ ഈ പറയുന്ന സാധനങ്ങൾ എത്തും. ഏതെങ്കിലും ഒരാള്, ഞാൻ കഴിഞ്ഞ ദിവസം സ്വിഗ്ഗിനോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്വിഗ്ഗിന്റെ ഒരു ഫ്രണ്ട് ഞാൻ കണ്ടപ്പോ, നിന്നോട് ഇന്നേ ഇതുവരെ ഒരാള് കഞ്ഞി ഓർഡർ ചെയ്യും, നമ്മുടെ നാട്ടില് ആരോഗ്യപരമായിട്ടുള്ള കുത്തരി കൊണ്ടുള്ള കഞ്ഞി സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യട്ടോ? അവൻ ചിരിച്ചു പോയി. അയ്യോ, അത് സത്യമാണല്ലോ, ഞാൻ ഇപ്പോഴാണ് ചിന്തിച്ചു കേട്ടോ. ഇല്ല, ഇതുവരെ ആരും ചെയ്തില്ല. ഓർഡർ മുഴുവൻ ജങ്ക് ഫുഡുകളാണ്, ജങ്ക് ഫുഡ്. അതിന് സമയമില്ല കേട്ടോ, ഒരു സമയം. അണ്ടർസ്റ്റാൻഡ്? നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത്? സോ ഈ 36 സിറ്റീസില് 60% സ്ത്രീകൾ അനാരോഗ്യരാണെങ്കിൽ ഹീമോഗ്ലോബിൻ ലെവൽ കുറവാണ്. ഇന്ത്യ അനീമിക്. അപ്പൊ ഈ അനീമിക് എന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ നിന്ന് ഇവരുടെ കുട്ടികളുടെ ശരീരത്തിലേക്ക് പോകും എന്നുള്ളത് ഞാൻ സംശയം. കാരണം കൂട്ടായ്മയോടെ ഈ ഭക്ഷണം കഴിക്കുന്നത്. ഒരു സ്വിഗ്ഗിയിൽ മേടിച്ചിട്ട് വീട്ടിൽ ഒരാൾ മാത്രമല്ല കഴിക്കുക, എല്ലാവരും കഴിക്കാറുണ്ട്. ഈ 2 മണിക്ക് പോയി വെളി കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പോയിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു ഭക്ഷണം തന്നെ കഴിക്കും. അപ്പൊ ദിസ് ഈസ് ഓൾ ക്രിയേറ്റിംഗ് ഹ്യൂജ് പ്രോബ്ലം. പക്ഷെ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോ ഈ അനീമിക് ആയി കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട് എന്താണ്? അനീമിക് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ സൈഡ് എഫക്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കെല്ലാം തോന്നിയേക്കാം, ഓ ഇത് എനിക്കുണ്ടല്ലോ. ഇവിടെ കാണിക്കുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പതിയെ മനസ്സിൽ കരുതണം, നിങ്ങൾ അനീമിക്കാണ്. ഓക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികളും സ്ത്രീകളും ഇത് കാണുന്നുണ്ടെങ്കിൽ, ഈ പ്രോഗ്രാമിലുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന ഓരോ ലക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ യു ആർ അനീമിക്. ഓക്കെ, റൈറ്റ്. നമ്പർ 1, പ്രത്യേകിച്ച് വളർന്നു വരുന്ന പെൺകുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, പെൺകുച്ചികളുണ്ടെങ്കിൽ, അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റിനെ അത് വളരെ അധികം ബാധിക്കും. നമ്മൾ ചുമ്മാതെ പറഞ്ഞിട്ട് കാര്യമില്ല. പഠിച്ചത് മനസ്സിലാകുന്നില്ല, കുട്ടി ഉറക്കം തൂങ്ങുന്നു, ക്ലാസ്സിൽ ഉറക്കം തൂങ്ങുന്നു, പരീക്ഷയ്ക്ക് പഠിക്കുന്ന നേരത്ത് ഉറക്കം തൂങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും പ്രസക്തി ഇല്ല അവിടെ. കാരണം എന്താ, വേണ്ടത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ശരീരം അങ്ങനെ ആയതാണ്. ആ കുട്ടി അറിഞ്ഞുകൊണ്ടുണ്ടാക്കി വെച്ചതല്ല. ജനിച്ച കുട്ടിക്ക് എന്താ അറിയുന്നത്? നമ്മളല്ലേ വിവരം കൊടുക്കും, നമുക്കേ വിവരമില്ല, അതുകൊണ്ടായി സംഭവിച്ചത്. എന്നിട്ട് നമ്മൾ വിവരം ഉണ്ടെന്ന് കാണിച്ചിട്ട് ആ കുട്ടിയെ ദൂഷിക്കപ്പെടും. അപ്പൊ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് ഒരു കുട്ടിക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ബി ഉണ്ട്. കാരണം നമ്മൾ വേണ്ടത് കൃത്യസമയത്ത് കൊടുത്തില്ല. കാരണം കൊടുക്കാൻ നമുക്കറിയില്ല. ആ അറിവുള്ളായ്മയാണ് നമ്മൾ അറിവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. പക്ഷെ ഈ ക്ലാസ്സിൽ എത്ര ആൾ വരും? വന്ന ആൾക്കാർ എത്ര ആൾ കേൾക്കും? ഇനി വന്നിട്ടുള്ള ആൾക്കാർ എത്ര ആൾക്കാർ ഈ പ്രോഗ്രാമിന്റെ അവസാനം വരെ ഉണ്ടാവും? ഒക്കെ അതിനൊരു പ്രസക്തി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് കയറി ബാബു സാറിനെ എന്നീ കണ്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ പതിയെ വഴി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇടിച്ചാൽ മുമ്പിക്കാൻ പറ്റത്തില്ല, ആരോഗ്യം കേട്ടതില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, 12 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെ ക്ലാസ് കേട്ടത് കൊണ്ട് മാത്രം ആരോഗ്യം വരുത്തില്ല, ക്ലാസ്സിൽ വന്ന് ഇറങ്ങിപ്പോയത് കൊണ്ടൊന്നും ആരോഗ്യം വരുത്തില്ല. ആ പറയുന്ന കാര്യം ഉൾക്കൊണ്ട് മനസ്സിലാക്കി നമ്മൾ അതിന്റെ ഭാഗമായാൽ മാത്രമേ, പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ട്. ഇല്ലെങ്കിൽ വന്ന് 2 സൈഡിൽ കണ്ടു അവസാനം അയ്യോ ഇന്ന് വളരെ ബിസി ആയിട്ട് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ നിന്നാണ് ആരോഗ്യം തുടങ്ങുന്നതെന്ന് അത് മനസ്സിലാക്കുക. റൈറ്റ്? ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്, നിങ്ങൾക്ക് ശ്വസിക്കാൻ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടോ? അഗൈൻ ഇറ്റ്സ് എ റിയൽ പിക്ചർ ദാറ്റ് യു ആർ അനീമിക്. ശ്വാസം മുട്ടലുണ്ടാവുന്നു. പിന്നീട് ഡിസീനസ്, കാരണം എൻഡ് ഓർഗൻസിലൊന്നും രക്തം എത്തുന്നില്ല. കാരണം രക്തത്തിന് അളവേ കുറവാണല്ലോ. ലോ വോൾട്ടേജിലല്ലേ ഓടിക്കൊണ്ടിരിക്കുന്ന ബോഡി. അപ്പൊ ലോ വോൾട്ടേജ് ഉള്ള ഒരു ബിൽഡിംഗിൽ എവിടെയാ വിളിച്ചിട്ടുണ്ടാവുക? അപ്പോൾ നമ്മുടെ ബ്രെയിനിലോട്ടൊന്നും ശരിക്കും ബ്ലഡ് എത്തുന്നില്ല. ബ്രെയിനിൽ ബ്ലഡ് എത്താത്തത് കൊണ്ട് തലകറങ്ങും, ഡിസീനസ്. അപ്പൊ ഇതിനിടയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടാ, ഞാൻ നിൽക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും കറങ്ങുന്ന പോലെ. ആക്ച്വലി അതല്ല സംഭവിക്കുന്നത്. അതെല്ലാം അതുപോലെ ഉണ്ട്, നമ്മളെ കറങ്ങുന്നു, നമുക്ക് മനസ്സിലായിട്ടില്ല. ഡിസീനസ്, തലയിൽ രക്തം ശരിയായിട്ട് എത്താത്ത കൊണ്ട് തല കറക്കം ഉണ്ടാകുന്ന ശരിയല്ല, പക്ഷെ അതിന്റെ കൂടെ തലവേദന ഉണ്ടാകുന്നു എന്നുള്ളത് വേറെ കാര്യം. അപ്പൊ ഞാൻ ഈ പറയുന്ന ചില ലക്ഷണങ്ങളൊക്കെ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് അനുഭവത്തിലാണെങ്കിൽ അവർക്ക് 100% ഗ്യാരണ്ടിയാണ് ധ്യാനിക്കുന്നത്. അവർക്ക് ഹീമോഗ്ലോബിൻ ലെവൽ വളരെ കുറവാണ്. ഇപ്പം ഈ പ്രോഗ്രാമിന്റെ ഭാഗമല്ലായിട്ട് കുറെ കാലങ്ങളായിട്ട് ഇതിനെ കേട്ടിട്ടും ഇങ്ങനെ പോകുന്നതുകൊണ്ട് പല ആൾക്കാരും ഹീമോഗ്ലോബിൻ ലെവൽ എത്രയാന്നൊക്കെ പഠിച്ചു കഴിയുന്നുള്ളതാണ്. അല്ലെങ്കിൽ അതും അറിയാൻ പാടില്ലായിരുന്നു ആൾക്കാർ. ആരും പരിശോധിക്കാറുണ്ട്. ഹീമോഗ്ലോബിൻ ലെവൽ സ്ത്രീകൾക്ക് പരിശോധന വരികയാണ് ആ ഗർഭിണി ഉള്ള കാലത്തോ ഗർഭിണിയാവുന്ന സമയത്ത്. അതിന് മുമ്പേ പിന്നേക്ക് എവിടെയാ നോക്കുന്നത്? വളരെ റയർ. അല്ലെങ്കിൽ വല്ലാതെ ക്ഷീണിപ്പിടിച്ചോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അവിടെ പറയാതെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നത് മാത്രം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഡി സ്വമേധയാ പോയിട്ട് ഏതെങ്കിലും ലെവലിൽ എന്റെ ഹീമോഗ്ലോബിൻ ലെവൽ ഒന്ന്
പ്രശ്നങ്ങളൊക്കെ. ഇനി അടുത്തത് എന്താണ്? ഹെയർ ഫോൾ. മുടി ഇങ്ങനെ കൊയ്യുകൊണ്ടിരിക്കുന്നു. പല ആൾക്കാരും പറയുന്നത് മുടി വല്ലാതെ കൊയ്യുന്നു സർ. കൊയ്യും. കാരണം മുടിയെ പിടിച്ചു നിർത്താനുള്ള സംഭവങ്ങളൊന്നുമില്ല ശരീരത്തിൽ. ഇതെങ്ങനെ ഉണ്ടാവും? ഓക്കെ. പിന്നെയുള്ളത് സ്കിൻ ബിക്കംസ് അബ്സല്യൂട്ട്ലി ഡ്രൈ. നമ്മുടെ ചർമ്മം വളരെയധികം ഉണങ്ങിപ്പോകുന്നു. അതിന് എന്ത് നിങ്ങൾ കെമിക്കലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കോസ്മെറ്റിക്സ് ഒക്കെ അടിച്ച് തേച്ച് കഴിഞ്ഞാലും ശാശ്വതമായിട്ട് എടുക്കത്തില്ല. ഇതിന്റെ അവസാനം കോസ്മെറ്റിക്കിനെ ചീത്ത പറയും, ബാക്കി എല്ലാ കാര്യങ്ങളും ചീത്ത പറയും. ചുരുക്കത്തിൽ ആക്ച്വലി അതല്ല സംഭവിക്കുന്നത്. യുവർ സ്കിൻ ഈസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദിസ് ബിക്കോസ് സ്കിൻ ഈസ് അബ്സല്യൂട്ട്ലി വീക്ക്. അതാണ് സംഭവം. അപ്പൊ ആദ്യം പോഷകങ്ങൾ നൽകി ആരോഗ്യം ഉണ്ടാക്കി ചർമ്മത്തെ നല്ല തിളക്കമുള്ളതും ആരോഗ്യമുള്ള ചർമ്മവും ആക്കി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ അല്പം ഒന്നിതങ്ങ് അപ്ലൈ ചെയ്യും, കോസ്മെറ്റിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ സൗന്ദര്യവും നിങ്ങളുടെ ആ ചർമ്മത്തിന്റെ തിളക്കവും 2 മടങ്ങല്ല 5-8 മടങ്ങ്. അപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബ്യൂട്ടിഫുൾ. പക്ഷെ ഇവിടെ നടക്കുന്നതല്ല. സ്കിൻ ഈസ് ടോട്ടലി ഡ്രൈ ആൻഡ് യു ആർ ടോട്ടലി വീക്ക് ആൻഡ് ഓൾ ദാറ്റ് യു ആർ അപ്ലൈയിങ് ദിസ് കോസ്മെറ്റിക്സ്. വാട്ട് വിൽ ഹാപ്പൻ? അതിന്റെ ആ ഒരു തിളക്കം കാണാൻ പറ്റത്തില്ല. And next is anemia can also lead to difficulty in becoming mother later on. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി if she becomes pregnant, അൺഫോർച്ചുനേറ്റ്ലി is a very important point ആട്ടോ. കാരണം ഒരിക്കലും ഗർഭിണിയാവുന്നതിനെ നമ്മൾ ഫോർച്ചുനേറ്റ്ലി എന്ന് പറയത്തില്ല, അൺഫോർച്ചുനേറ്റ്ലി പറയാറില്ല. പക്ഷെ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി if she becomes pregnant എന്ന് പറഞ്ഞാൽ if she is anemic, that is unfortunate. 100% guarantee. കാരണം that can lead to big problem. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പക്ഷെ കുട്ടി മരിച്ചിട്ടായിരിക്കും കിട്ടുക, ഇല്ലെങ്കിൽ കുട്ടി വയറ്റിൽ തന്നെ മരിക്കപ്പെടും, ഇല്ലെങ്കിൽ വല്ലാതെ ബ്ലീഡിങ് നടക്കുകയും അമ്മയ്ക്ക് ബ്ലീഡിങ് കൂടെ ഈ അമ്മ തന്നെ മരിക്കും, കുട്ടി മരിക്കും, അമ്മയും മരിക്കും, എല്ലാം സംഭവം. എവറിത്തിങ്. ദാറ്റ് ഇസ് നോട്ട് വെരി ഗുഡ് സൈൻ അല്ലേ? ഒരു സന്തോഷം നൽകുന്ന കാര്യമല്ലോ. അപ്പോ പ്രായം കൂടുന്നതനുസരിച്ച് മെൻസ്ട്രൽ പീരീഡ് തുടങ്ങിയ അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിക്ക് വേണ്ട പോഷകങ്ങളുടെ അളവ്, പോഷകങ്ങളുടെ മൊത്തത്തിലുള്ള വാല്യൂ എല്ലാം വളരെ കൂടുതലാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നതെല്ലാം മാൽ ന്യൂട്രീഷൻ ആയിരിക്കും. കാരണം ആവശ്യത്തിനേക്കാളും വളരെ കുറവായിരിക്കും നമ്മൾ കൊടുക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു പെൺകുട്ടി ഒരിക്കലും ആരോഗ്യത്തിലേക്ക് വരില്ല. പല പെൺകുട്ടികളെ നിങ്ങൾ നോക്കണം ഇപ്പോഴത്തെ ജനറേഷനിൽ. ശരീരത്തിൽ ഒന്നെങ്കിൽ മസിൽസ് തീരെ കാണില്ല, ഇല്ലെങ്കിൽ വല്ലാതെ ഫാറ്റുകൾ. ഈ രണ്ടേ ഉണ്ടാവും. ഒരു സാധാരണ ആരോഗ്യപരമായിട്ടുള്ള ശരീരം കാണുന്നത് വളരെ റയറാണ്. പല പെൺകുട്ടികൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കോളേജിൽ ക്ലാസ് എടുക്കാം, അത് ഞാൻ കണ്ടതാണ്. ആ 85-90 കുട്ടികളുണ്ടായിരുന്നു, പെൺകുട്ടികൾ കൂടുതലും ആൺകുട്ടികളൊക്കെ ആയിട്ട്. അതിൽ ഒരു എനിക്ക് തോന്നുന്നു 5% എങ്കിലും ആരോഗ്യം ഉണ്ടായിരുന്നു മാത്രം. ബാക്കി 95% പീപ്പിൾ ആർ അൺഹെൽത്തി. അവരുടെ ശരീരത്തിൽ മസിൽസ് ഇല്ല, അവരുടെ ശരീരത്തിൽ ഫാറ്റ് മാത്രമേ. ചില ശരീരത്തിൽ ഫാറ്റും ഇല്ല മസിൽസും ഇല്ല, ചില ശരീരത്തിൽ ഫാറ്റും ഇല്ല മസിൽസും ഇല്ല. എങ്കിൽ വാട്ട് ഈസ് ദ ഫ്യൂച്ചർ? ഞാൻ കോളേജിലെ കുട്ടികളുടെ കാര്യം, ഈ കോളേജിലെ കുട്ടി എന്ന് പറഞ്ഞാൽ എനി ടൈം ഒരു 5 വർഷത്തിനുള്ളിൽ എന്തായാലും ഒരു വിവാഹം നടക്കും, ഇല്ല നടത്തിപ്പിക്കും നാട്ടുകാർ. What is the future of this lady? അവരുടെ ആരോഗ്യത്തെ പറ്റി വിവലാതിപ്പെടുന്നതാണ് ആവശ്യം ഈ ഘട്ടത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്. നോബഡി നോസ് ദാറ്റ്. ഈ കുട്ടി തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും ഇന്നലെയും കഴിച്ചാൽ താൻ തന്നെ കഴിച്ചോണ്ടിരിക്കും. വാട്ട് ഈസ് ദാറ്റ് ഷീ ഈസ് ഗെറ്റിംഗ്? നത്തിങ് ഷീ ഈസ് ഗെറ്റിംഗ്. പിന്നെ കോളേജിൽ കൂടിയൊക്കെ ഉച്ചക്ക് ഒന്നും കൊണ്ടുപോയിട്ടുണ്ടാവില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാൻറ്റീനിൽ പോയിട്ട് അവിടെ നിന്ന് ജങ്ക് ഫുഡ് കഴിക്കണം. ആൻഡ് വാട്ട് ഷീ ഡ്രിങ്ക്സ്? ഷീ ഡോണ്ട് ഡ്രിങ്ക് വാട്ടർ. വെള്ളം കുടിക്കുന്ന വളരെ കുറവാണ്, വെള്ളം കുടിക്കുന്നില്ല. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഷീ ഡോണ്ട് യൂസ് യൂറിനറി toilets, urination, because you are not drinking, you are not urinating. Simple. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വേസ്റ്റ് പോകുന്നില്ലല്ലോ, എല്ലാം കെട്ടിക്കിടന്ന് അവസാനം ചെറുപ്രായത്തിൽ ജങ്ക് ഫുഡ് കഴിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൽ നിന്നുള്ള എലിമിനേഷൻസ് കുറവായി പോകുന്നു, കാരണം വെള്ളം കൂടി കുറവാണ്. അപ്പൊ ഇതെല്ലാം വരുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ എല്ലാ വേസ്റ്റുകളും കെട്ടിക്കിടന്ന് ടോക്സിൻസുകൾ വയറ്റിൽ കെട്ടിക്കിടന്ന് കൊഴുപ്പ് കൂടി ശരീരത്തിൽ ആ പെൺകുട്ടിക്ക് വരാൻ പാടില്ലാത്ത അസുഖം വരാൻ. ഇതിന്നെങ്കിലും അമ്മമാർ മനസ്സിലാക്കിയിട്ട് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പം അവധിക്കാലമൊക്കെയാണ്, ഈ പ്രോഗ്രാമുള്ള സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 മണിക്ക് ഉണ്ടാവും. കാരണം ഓരോ പെൺകുട്ടിയും കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പഠിപ്പിക്കണം. കാരണം നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് എനിക്ക് സംശയം. അപ്പൊ ഇങ്ങനെ വേറൊരാൾ വന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10 പെൺകുട്ടികൾ ഇത് കേട്ടിരുന്നെങ്കിൽ ഇന്നത്തെ ഈ പ്രോഗ്രാം വിജയിച്ചത്. കാരണം 10 കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല എത്ര ആൾക്കാർ അങ്ങനെ വന്നിരുന്നിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു സൗകര്യം കിട്ടുമ്പോൾ അത് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വന്നിട്ട് ഒരാൾ സംസാരിക്കും. യു ഷുഡ് ആക്ച്വലി ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അതൊക്കെയാണ് വേണ്ടത്. പക്ഷെ എനിവേ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ സൈഡ് എഫക്ട്സ് ചേഞ്ചസ് ബിക്കോസ് ഓഫ് ദ ഹാർമോൺ. കാരണം ഈ മെൻസ്ട്രൽ പീരീഡ് ഒത്തിരി ഹോർമോൺ വ്യതിയാനങ്ങൾ നടക്കും. എനിമിക്കാണ് ഒരു ഭാഗത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ ഹോർമോൺ വ്യതിയാനം നടക്കും. ഈ ഹോർമോണും കൃത്യമായിട്ട് ശരീരത്തിൽ ഉൽപ്പാദിച്ച് വരണമെങ്കിൽ അവിടെയും പോഷകങ്ങൾ വേണം. പോഷകങ്ങൾ കുറവുണ്ടെങ്കിൽ ഈ ഹോർമോണിന്റെ വ്യതിയാനമായിട്ട് തിരിക്കും. വേണ്ടതുപോലെ ഉണ്ടാവില്ല, ഏറ്റക്കുറിച്ച് താണ് കിന്നി മാറി എന്തൊക്കെയോ ആയി മാറും. പക്ഷെ
അങ്ങനെ ഉണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നു? ഒരു വർഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. എനിമിക് ആയതുകൊണ്ട് ആ പ്രോബ്ലങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇതും അനുഭവിക്കേണ്ടി വരും. ഏതാ നോക്കിയാൽ ഫ്രീക്വന്റ് മൂഡ് ചേഞ്ചസ്. കാരണം ബിക്കോസ് ഓഫ് ദ ഹാർമോണൽ ഡിസ്ബാലൻസ് മൂഡ് പെട്ടെന്ന് മാറി 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 വരുന്നു. കാരണം ഹാർമോൺ എന്ന് പറയുന്നതാണല്ലോ എല്ലാ ആക്ടിവിറ്റിയും ശരീരത്തിൽ നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ മൂഡ് ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ശരീരത്തിന്റെ സ്ട്രക്ചറെ അങ്ങ് മാറും, മെറ്റാബോളിസം മാറും. സോ ദാറ്റ് ലീഡ്സ് ടു അനദർ ബിഗ് പ്രോബ്ലം. അത് വേറെ പ്രോബ്ലത്തിലേക്ക് വഴിതിരിക്കുകയാണ്. റൈറ്റ്? പല ആൾക്കാരെ നിങ്ങൾ കാണും, നിങ്ങളൊന്ന് സ്നേഹത്തോടെ ചെന്ന് സംസാരിക്കുമ്പോഴും ചില സമയത്ത് തിരിച്ചടി എടുക്കുക. കാരണം കേൾക്കാൻ തയ്യാറല്ല. കാരണം ഇതൊക്കെയാണ്, മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ പ്രോഗ്രാമിൽ വരുന്നിട്ടുണ്ട്. കുറച്ചു നേരം ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഈ അസ്വസ്ഥത വരാതെ, ഓ ഇനി വയ്യ, ഇനി നമുക്ക് ഇരിക്കാം എന്നൊക്കെ തോന്നി പിന്നെ നമ്മൾ എണീറ്റ് പോകും. Then you never come back. That's the problem. കാരണം നമുക്ക് കോൺസെൻട്രേറ്റ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഓഫ് ദാറ്റ് ആങ്കർ, വളരെ ദേഷ്യം, ആങ്സൈറ്റി വ്യാകുലപ്പെട്ടിരിക്കുക, then സ്ട്രെസ്, സമ്മർദ്ദം. ഇതെല്ലാം സമ്മർദ്ദം അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ കൂടി ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ യു ഇമാജിൻ വാട്ട് വുഡ് ബി ദി കണ്ടീഷൻ ഓഫ് ദിസ് ഗെയിം. അതിന്റെ കൂടെ സ്ട്രെസ് എന്ന് പറയുന്നത് സമ്മർദ്ദം വെളിയിൽ നിന്നും വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദമാണ്. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ വെളിയിൽ നിന്നുള്ള സമ്മർദ്ദം, വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദം. മാർക്ക് കിട്ടിയില്ല, അത് ചെയ്തില്ല. മാർക്ക് കിട്ടണമെങ്കിൽ ആ കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. അതിന് രണ്ടിനും വേണ്ടത് ആരോഗ്യമുള്ള ശരീരം. അതില്ല ഈ കുട്ടിക്ക്. പിന്നെ നിങ്ങൾ എന്ത് ആ കുട്ടീനെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് മൂഡ് ചേഞ്ച് ആകുന്നത്, ഇറിറ്റേറ്റ് ആകുന്നത്. കാരണം ഷീ ഡസന്റ് നോ വാട്ട്സ് ദ പ്രോബ്ലം. അല്ല ചില കുട്ടികൾ പറഞ്ഞിട്ട് ഞാനെല്ലാം കൃത്യമായിട്ട് ഞാൻ അവിടെ ക്ലാസ് ഇരിക്കുന്നത്, പക്ഷെ എന്താ എന്റെ തലസോൾ എന്താ കയറുന്നത്? അതെ, ദ പ്രോബ്ലം ഈസ് സിമ്പിൾ. ആ കുട്ടിക്ക് ശരീരത്തിൽ ആവശ്യത്തിന് അളവ് വേണ്ട പോഷകങ്ങളൊന്നും ഇല്ല. സിമ്പിൾ ആയിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം തന്നെ പറയാറുണ്ട്. ഇപ്പൊ ബാബുസാറുള്ള സമയത്ത് പ്രത്യേകിച്ച് പറയാം, ഇത് ചൂടുള്ള സമയമാണ്, എല്ലാവരും ഒരു കുപ്പിയിൽ വെള്ളം വെക്കണം, പ്രോഗ്രാം കണ്ടുകൊണ്ട് കുടിച്ചോണ്ടേയിരിക്കണം. ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വിളിച്ചു പറയാം എന്നോട്, സാർ ഞാൻ എത്ര കുപ്പി തീർത്തു, എത്ര ആൾ കുടിച്ചു. പിന്നെ നിങ്ങൾ ഇത് കുടിച്ചിട്ടില്ലെങ്കിലുണ്ട്, വെള്ളം കുടിച്ചിട്ടില്ല, ഞാൻ ഈ പറയുന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ചുള്ളിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ചൂടാണ്, ഡീഹൈഡ്രേറ്റഡ് ആണ്, നിങ്ങൾ അതായത് തളർന്നു. യുവർ ബ്രെയിൻ വിൽ നോട്ട് ability to concentrate on the brain will go off. It will not concentrate. അപ്പൊ എന്താണ്, അവർ ടയർ ആവും. അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റ് ആവുന്നതിന് മുന്നേ നമ്മുടെ ബ്രെയിനാണ് ഡീഹൈഡ്രേറ്റ് ആവുക. അപ്പൊ ശരീരം ക്ഷണിക്കുന്നതിന് മുമ്പേ ബ്രെയിൻ ക്ഷണിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് എന്താ ഉണ്ടാവും? അതുപോലെ ബ്രെയിൻ ആദ്യം ക്ഷണിക്കുന്നു, അപ്പോഴേ നമുക്ക് അസ്വസ്ഥത തുടങ്ങണം. പിന്നെ ശരീരം ക്ഷണിക്കും. ഇത് രണ്ടും കൂടി കഴിഞ്ഞാൽ ഫിനിഷ്ഡ്. സോ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഇറിറ്റബിലിറ്റി. ഈ പീരിയഡ്സിന്റെ സമയത്ത് ശരീരത്തിൽ ആവശ്യമുള്ള വെള്ളമില്ലെങ്കിൽ, ശരീരത്തിൽ ആവശ്യമുള്ള പോഷകങ്ങളില്ലെങ്കിൽ വല്ലാതെ അടിവയറ്റിൽ നിന്ന് വേദനകൾ വരും. കാരണം അവിടെ കൊഴുപ്പാണുള്ളത്, മസിൽസ് ഇല്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാകും. ലാസ്റ്റിൽ വല്ലാതെ ഇതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കും. സാഡ്നസ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അത് വേറെ സമ്മർദ്ദത്തിലേക്ക്, വേറെ തരത്തിലേക്ക് മാറും. അത് തന്നെ പതിയെ ഡിപ്രഷനിലേക്ക്. ഇത് ഈ പറയുന്നതൊക്കെ എന്തെങ്കിലും ഒന്ന് നല്ലതാണെന്ന് പറയാൻ പറ്റുന്നുണ്ട്. Can you pick up anything which is you say that is the best? Oh, depression, സന്തോഷം. ആര് പറയുന്നത്? അല്ലെങ്കിൽ സാഡ്നസ്, സന്തോഷം. No, അരെ യാർ, everything is wrong. അപ്പൊ ഇതിൽ ഈ റോങ്ങിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവരണം. ആൻഡ് ഡിഫിക്കൽട്ടി കോൺസെൻട്രേഷൻ. പഠിക്കാനുള്ള പുസ്തകത്തിന്റെ സൈസ് കൂടുന്നു, പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള ബ്രെയിനിന്റെ സൈസ് കുറയും. അതാണ് പ്രശ്നം. വെളിയിലുള്ള സാധനങ്ങളൊക്കെ വളരെയാണ് ചെയ്യുന്നത്, ശരീരത്തിന്റെ അകത്തുള്ളതൊക്കെ ചുരുങ്ങായിരിക്കും. So how can she able to read this? ഇതെല്ലാം എങ്ങനെ പഠിക്കാൻ പറ്റും കുട്ടി? Because the concentration is not there at all. പിന്നെയുള്ളത് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു റെസ്റ്റ് ഒക്കെ കൊടുത്ത് റിലാക്സ് ചെയ്ത് പ്രിന്ററിലൊക്കെ കൊണ്ടിരുത്തി അവിടെ തന്നെ എല്ലാം ചെയ്താൽ മതി, എല്ലാം കൊണ്ടുതരും. ഇപ്പോഴത്തെ കാലത്തിൽ അതും നടക്കത്തില്ല. സോ ദിസ് ഗേൾ ഓർ ദിസ് ലേഡി ഇസ് നോട്ട് ഗെറ്റിംഗ് റെസ്റ്റ് അറ്റ് ഓൾ. ഒരു സമാധാനത്തോടെ ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും ഇരിക്കാൻ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇവർക്ക് സാധിക്കുന്നില്ല, ഇല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല. We don't allow these girls to take rest. We don't allow these women to take rest. പണ്ടെന്നാൽ പറഞ്ഞാൽ ഈ ഒരു സമയത്തെങ്കിലും മാറി നിൽക്കാൻ പറ്റും. ഇപ്പൊ അതുമില്ല. അവർക്ക് പഠിക്കുന്ന കുട്ടികളാണ്, അവർക്ക് ഏത് മാറി നിൽക്കാൻ പറ്റും? They cannot. ഈ പഠിക്കുന്ന കുട്ടികൾ നാളെ വലുതായിട്ട് വലിയ ജോലിക്ക് വിടും, അവിടെ മാറി നിൽക്കാൻ പറ്റും? They cannot. മാറി നിന്നുകൊണ്ടൊക്കെ മാത്രം ഉണ്ടാകണം, മാറി നിന്നുകൊണ്ട് മാത്രം കൂടെ ഇല്ല. Because she is not healthy at all. മാറുന്നതുകൊണ്ട് വലിയ ഗുണമുണ്ടാകും. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു വരികയും. കാരണം ഈ പ്രൊഡക്റ്റ് ഡ്യൂട്ടി ചാർജ് ഫോൺ ഞാൻ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത് ഏകദേശം 9 വർഷം മുന്നേ ആണ്. 9 വർഷമല്ല, 10 വർഷം മുന്നേ ആണ്. ആ 10 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ എന്നിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ചില പ്രോഗ്രാമുകളിൽ പോകുന്നത് ചില ആൾക്കാരെ കാണുമ്പോഴേക്ക്
നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്മളുടെ കൂടെ കാലാകാലമായി നടക്കുമ്പോൾ ആ ഒരു ലേഡിയെ കാണുമ്പോൾ, അവരുടെ കൂടെ വരുന്ന കുട്ടികളെ, സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് വല്ലാതെ വേദന വരാറുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ ഈ ഒരു ശരീരം, അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. ചിലപ്പോൾ ശരീരത്തിൽ വലിയ തടി, അതൊന്നും വലിയ പ്രശ്നമല്ല കേട്ടോ. വലിയ തടി ഉണ്ടാവാനല്ല ഞാൻ പറഞ്ഞില്ല. നല്ല കാൽക്കുലേറ്റഡ് മസിൽ, കാൽക്കുലേറ്റഡ് ബോൺ സ്ട്രെങ്ത് ആൻഡ് വെരി ആക്റ്റീവ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല വലിയ തടിച്ച് ഇങ്ങനെ നിൽക്കുക. തടിക്കുന്നത് തന്നെ അനാരോഗ്യമാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ആക്ടിവിറ്റി, ഇത്രയും ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് ഇപ്പോഴും. ബിക്കോസ് വി ആർ നോട്ട് ഗിവിംഗ് ദം adequate amount of nutrition which is required. പിന്നെ ഒരു പെൺകുട്ടിയാണെങ്കിലും സ്ത്രീ ആണെങ്കിലും if she is working in some other office also, then it's a big problem. അവിടെയും വർക്ക് ചെയ്യണം, തിരിച്ചിവിടെ വന്നാൽ ഇവിടെയും വർക്ക് ചെയ്യണം. കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റും, ഇന്ന് ഓഫീസിൽ വളരെ ബിസി ആയിരുന്നു, ഞാൻ റിലാക്സ് ചെയ്യാൻ പോകുന്നു. നോ, they cannot do that. You can. ബാക്കി ആണുങ്ങൾക്കും പുരുഷന്മാർക്കും അതേപോലെ ആൺകുട്ടികൾക്ക് പറ്റുമായിരിക്കും. But the ladies cannot do that. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം. So they need to do double work, അവിടെ പോയിട്ട് വർക്ക് ചെയ്യുക, തിരിച്ച് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അവരെ ആരോഗ്യം എത്രമാത്രമായിരിക്കും. ആരോഗ്യം മാത്രം പോലെ അവരെ മനസ്സും വളരെ ഗംഭീരമാക്കി, തണുത്ത സന്തോഷമാക്കി വെക്കണം. എത്ര ആൾ അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തണം. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫ്രണ്ടിനോട് യാത്ര ചെയ്യുന്ന സമയത്ത് എന്നോട് പറയായിരുന്നു, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പോ പറയാം, ശരിയാണ് സുരേഷ് സാർ പറയുന്നത്, വളരെ ശരിയാണ്. എന്നിട്ട് നമ്മൾ ചില സമയം ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കി, നമ്മൾ ഓഫീസിനൊക്കെ വന്ന വെളിയിലൊക്കെ പോയി വന്നിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം വായിൽ വെച്ചിട്ട് വരും, എന്തെന്നാണോ ടേസ്റ്റ് ഇല്ലല്ലോ. റൈറ്റ്? So we need to change that thoughts on. അതിനർത്ഥം ടേസ്റ്റ് ഇല്ലാതെ കഴിക്കാൻ നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ you should be friendly with those people. Give them mental peace. അതൊന്നും ഇവിടെ നടക്കുന്നില്ല. So it is necessary to pay more attention to the nutrition. അത് ശ്രദ്ധിച്ച് ഇന്ന് മുതൽ ചെയ്യുക. റൈറ്റ്? ഞാനൊരു പ്രാവശ്യം ഒരാളെ പരിശോധിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതൊക്കെ കാണും സാർ, ഞാൻ കഴിക്കാം. ഓ, വൈഫോ അല്ല, അവർക്ക് കൊടുത്തിട്ടില്ല. അരേ വീട്ടിലത്തെ പെൺകുട്ടിക്കും വീട്ടിലത്തെ ഭാര്യയും കൊടുക്കാതെ നിങ്ങൾ മാത്രമേ കഴിച്ചുകൊണ്ടുണ്ടാവുള്ളൂ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കും തരുന്നില്ല. Call you bring your wife and daughter, then I'll rate to everybody. അപ്പൊ എനിക്ക് മതി സാർ, അവർക്ക് പിന്നെ മതി. നോ, പിന്നെ അവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്, പിന്നെ നിങ്ങൾ കഴിച്ചാൽ. So this type of thought need to be changed, right? So that's the reason why I said that it is necessary to pay more attention to their nutritional needs. That is what is more important. Okay, now അങ്ങനെയാണെങ്കിൽ ചില ബൊട്ടാനിക്കൽസ്, ചില ന്യൂട്രിയൻസ് അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതെന്താ നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ഈ പറയുന്ന പോഷകങ്ങളും ഇങ്ങനത്തെ ഈ ബൊട്ടാനിക്കൽസും അവർക്ക് കൃത്യതയോടെ വേണ്ടതുപോലെ കൊടുത്താൽ ഈ പ്രീ മെൻസ്ട്രൽ പെയിനും ഇല്ലാതെയാവും. ഈ പ്രീ മെൻസ്ട്രൽ പെയിനും മെൻസ്ട്രൽ പെയിനും എല്ലാം നടക്കുമ്പോൾ ഈ ബഹുഭൂരിപക്ഷം പെൺകുട്ടികളും സ്ത്രീകളും ചെയ്യുന്നത് വേദന സമാരികളിലേക്ക്. And that leads to more problem. ഇനി ഈ പ്രോഗ്രാം കാണുന്ന സ്ത്രീകളോ പെൺകുട്ടികളോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള മകളോ എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. ഇനി വേദന സമ്മാരി കഴിക്കത്തില്ല, വേദന സമ്മാരി മേടിച്ചു കൊടുക്കത്തില്ല, വേദന സമ്മാരി ആരെയും കൊണ്ടും കഴിക്കാൻ സമ്മതിക്കരുത്. ആ പ്രതിജ്ഞ നിങ്ങൾ ഇപ്പോഴും. ബിക്കോസ് ദിസ് ഈസ് അനദർ ബിഗ് പ്രോബ്ലം. കാരണം നമ്മൾ ഈ വേദന സമ്മാരി കഴിക്കുമ്പോൾ ആ ശരീരം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഉള്ള സൈഡ് എഫക്ട് മുഴുവൻ വരിക. എല്ല് തേഞ്ഞു പോകുന്നു, ഉള്ള മസിൽസ് പോകും, വയറിനകത്ത് വല്ലാത്ത പ്രശ്നം ഉണ്ടാവും. എല്ലാ മാസവും കഴിക്കും, വരുന്നതിന് മുമ്പേ തന്നെ മേടിച്ചിട്ട് കഴിക്കുന്നു. All types of menstrual pain, all types of premenstrual pain, avoid painkillers. Uterine irritation നമ്മളിപ്പോൾ മരുന്നുകളിലാണ് ആശ്രയം. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറെ നാച്ചുറൽ ആയിട്ടുള്ള ചില വഴികളൊക്കെ ഉണ്ട്. അതിനൊന്നും ഇപ്പൊ ആർക്കും താല്പര്യമില്ല. കാരണം എല്ലാം പെട്ടെന്ന് കിട്ടണം, എല്ലാം സെക്കൻഡ് കൊണ്ട് മാറണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് നെവർ ഹാപ്പൻസ്. എല്ലാത്തിനും ക്ഷമയോടെ കാത്തുന്നാലും ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് എല്ലാം നടക്കുന്നത് നടക്കും ഇല്ല. പണ്ടല്ല, അതുകൊണ്ടായിരിക്കും പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത് പയ്യെ തിന്നാ പനിയെ തിന്നാ, ഫാസ്റ്റ് തിന്നാല പനിയുടെ കായ പോലും തേക്കുന്നത് പന. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നെക്സ്റ്റ് ഈസ് ഹെൽത്തി സ്കിൻ. കൃത്യതയോടെ പോഷകങ്ങളും കൃത്യതയോടെ ഈ പറഞ്ഞ ബൊട്ടാനിക്കൽസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ചർമ്മം ഉണ്ടാവും. അതുകൊണ്ട് അനാരോഗ്യമായിട്ടുള്ള ചുളിവുകൾ പ്രായത്തിന്റെ മുന്നേ തന്നെ പ്രായം മതിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ ശരീരം പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതെയാവും. മെന്റൽ ആക്ടിവിറ്റി വിൽ ബി ആബ്സല്യൂട്ട്ലി സൂപ്പർ. ശരിയായിട്ട് ഓരോന്ന് കാര്യം കാണുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ അതൊക്കെ ശരിക്കും ഏത് പ്രായത്തിലും എക്സോം ചെയ്യാൻ പറ്റും. അത് ചെറു പ്രായത്തിൽ തന്നെ കൊടുത്തു വേണം. ടു ഇൻക്രീസ് ഇമ്മ്യൂണിറ്റി, രോഗ പ്രതിരോധ ശക്തി കൂടും. ടു കീപ് യുവർ യങ്. സ്ത്രീകളെ യങ് ആയിട്ട് കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.
കാരണം അവരുടെ ശരീരത്തിലുള്ള ഈ വ്യതിയാനങ്ങൾ, ഹാർമോൺ ഇംബാലൻസുകൾ, പിന്നെ 1-2 പ്രഗ്നൻസി ഒക്കെ വന്നിട്ട് ഡെലിവറിക്ക് ചെയ്യുമ്പോൾ ഈ ശരീരത്തിന്റെ ഭാഗങ്ങളാണല്ലോ ഇതൊക്കെ ഇങ്ങനെ വരുന്നത്. സോ ദാറ്റ് ലീഡ്സ് ടു വെരി വീക്ക് സിറ്റുവേഷൻ. അപ്പൊ അവരുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ പ്രായം തോന്നിക്കുക, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ നടക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് she should remain young for life. കുറെ കാലം വരെ യങ് ആയിട്ട് തന്നെ നിൽക്കണം. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഫീലിംഗ് ആ ലേഡിക്കും പെൺകുട്ടിക്കും ഉണ്ടായിരുന്നല്ലോ. ഒരു ഞാൻ പറയാം, നിങ്ങളെ ഫാമിലി രക്ഷപ്പെടും. അതർവൈസ് ഐ ഡോണ്ട് തിങ്ക് സോ. ആൻഡ് ടു സ്റ്റേ ആക്റ്റീവ് ഫോർ കണ്ടിന്യൂസ്ലി ഫോർ ലോങ്, ന്യൂട്രീഷൻ ഇസ് റിക്വയർഡ്. അതുകൊണ്ട് പോഷകങ്ങൾ കൊടുക്കുക, പോഷകങ്ങൾ കഴിപ്പിക്കുക, പോഷകങ്ങൾ കഴിച്ചതിന് ശേഷം മാത്രം ബാക്കി സംസാരം. അതുകൊണ്ട് എന്ത് ചെയ്യണം? രാവിലെ നമ്മൾ തന്നെ കൊണ്ടുപോയി അവരെ കണ്ട് കഴിപ്പിക്കണം. താൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ കഴിക്കില്ല. നമ്മൾ കഴിപ്പിക്കണം, എന്നിട്ട് നമ്മൾ കഴിക്കണം. ഈ ഒരു പ്രതിജ്ഞ ഇന്നെടുക്കുക നിങ്ങളെല്ലാവരും. കാരണം ഞാനിങ്ങനെ ചിലപ്പോൾ അടുത്ത മാസം വന്ന് പറയും, കാണുന്നത് വീണ്ടും പറയും. അതിനെ കൊണ്ട് കാര്യമില്ല. അതിനെ കൊണ്ട് എന്താ കാര്യമുള്ളൂ? അതിന് കഴിപ്പിച്ചാലല്ലേ കാര്യം, കഴിച്ചാലല്ലേ കാര്യം. So make sure that you are taking and you are making this good mistake. പിന്നെ ചില ഇമ്പോർട്ടന്റ് RDS for women. ഓക്കെ, പുരുഷനേക്കാളും കുറച്ച് അധികമാണ് വേണ്ടത്. അതൊക്കെ കാണിച്ചതൊക്കെ നിങ്ങൾ കാണാം, അല്പം കൂടുതലാണ്. പുരുഷനിൽ വേണ്ടതിനേക്കാളും കൂടുതലാണ് സ്ത്രീകൾ. റൈറ്റ്? അപ്പോ അതൊക്കെ നമുക്ക് പിന്നീട് ഓരോന്നോരോന്നായി വിസ്തരിച്ച് പഠിക്കാം. അപ്പോ സാധാരണ പുരുഷനിൽ കാണുന്ന പോഷകങ്ങളുടെക്കാളും ഈ ഒരു 4-5 തന്നെ അളവ് കൂടുതലാണ്. ജസ്റ്റ് ഇമാജിൻ. ഓക്കെ, സോ അതെല്ലാം കണക്കിലെടുത്താണ് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ വെരി സ്പെഷ്യൽ സപ്ലിമെന്റ് ഫോർ വിമൻ. ഇത് വെറും സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ സപ്ലിമെന്റ്.